അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളൊക്കെ ഒരുപാട് വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണ്. ബർക്കത്തില്ലാത്ത ജീവിതമാണ് നമുക്ക് ഉള്ളതെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ മാത്രമല്ല, ഏത് സമയത്തും നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയാൽ നമ്മുടെ പ്രയാസങ്ങൾ മാറും. സ്വലാത്തുകളും ദിക്റുകളും ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. ഫർലായ കാര്യങ്ങൾ അത് നമ്മൾ മുടക്കാതെ, തെറ്റാതെ, സമയത്ത് കളാക്കാതെ ചെയ്യുക. ഒരാളോടും ഒരു വിദ്വേഷവും വരാതിരിക്കുക. തഹജ്ജുദ് നിസ്കാര ശേഷം നിർവഹിച്ചതിന് ശേഷം സുബഹി നിസ്കാരത്തിന് മുമ്പായി 100 പ്രാവശ്യം ചൊല്ലേണ്ട ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ ദിക്റിനെ പതിവാക്കിയാൽ, ജീവിതത്തിൽ പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, സമ്പത്തിൽ വർധനവുണ്ടാകും. പതിവാക്കിയാൽ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു ദിക്ർ കൂടിയാണിത്. ജീവിതത്തിൽ ബർക്കത്ത്, സമാധാനം ഉണ്ടാവാനും അതുപോലെ എല്ലാവിധ ഉയർച്ചയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഈ ദിക്ർ നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഈ ദിക്റാണ് നമ്മൾ ജീവിതത്തിൽ പതിവാക്കേണ്ടത്. ഇത് ദിവസവും 100 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും പ്രതിഫലമുള്ള ദിക്റാണ് ഇത്. ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു വിശ്വാസി ദിവസവും പതിവാക്കേണ്ട ഒരു ദിക്ർ കൂടിയാണ് ഇത്. മനസ്സിന് സമാധാനമുണ്ടാവാനും അതുപോലെ സന്തോഷകരമായ ജീവിതത്തിനുമുള്ള അതുപോലെ സമ്പത്ത് വർദ്ധിക്കാനും ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ സാധിക്കുന്നതാണ്. വിശ്വാസത്തോടെ, ആത്മവിശ്വാസത്തോടെ 1-2 ദിവസം മാത്രം പതിവാക്കി ചൊല്ലി എനിക്ക് ഒരു മാറ്റവും തോന്നുന്നില്ലല്ലോ എന്ന് ചിന്തിക്കാതെ ദിവസവും ജീവിതത്തിൽ പതിവാക്കുക. നമ്മൾ ചൊല്ലുന്ന ഓരോ ദിക്റിനും സ്വലാത്തിനും നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്നതാണ്. ആഖിറത്തിലും ദുനിയാവിലും നമുക്ക് രക്ഷയാണ്. എല്ലാവർക്കും നാളെ ആഖിറത്തിൻ്റെയും ഇഹലോകത്തും നന്മ കിട്ടുന്ന അമലായി അള്ളാഹു ഇതിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അതുപോലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരട്ടെ. എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.